ഇന്ന് ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ബീഫ്, സവാള, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മസാലപ്പൊടി, പെരുംജീരകം, കറുകപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത്രയും നമുക്ക് വേണം. ബീഫിൽ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. ഇത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും ഇട്ടു കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പൊടിക്കകത്തു നിന്നാണ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എടുത്തേക്കുന്നത് കേട്ടോ. അടുത്ത ഒരു പാനടപ്പ് വെച്ചു. അത് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ആദ്യം തേങ്ങ വറുത്തെടുക്കാനാണ്. വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. കരിവേപ്പില വേണം. കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങാക്കൊത്തിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതാണ്. ഇത് തേങ്ങ ഒന്ന് ചെറിയ കളറ് മങ്ങിയപ്പോഴാണ് നമ്മൾ വാട്ടിയിട്ട് കൊടുത്തത്. അത് ഒന്ന് ഇതാകുമ്പോഴത്തേന് സവാള ഇട്ട് കൊടുക്കണം. നമുക്കിതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉപ്പിനകത്തുനിന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുന്നു. അതും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ അല്ല, ഒരു കളറ് ബ്രൗൺ കളറാവുന്നിടം വരെ. നമുക്കിതിനകത്ത് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇടുന്നില്ല. നമുക്കിതിനകത്തോട്ട് പൊടിയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളിട്ട് കൊടുത്ത് ആ പട്ടയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇനി ഇത് ഓഫ് ചെയ്യാം. ബീഫ് വെന്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വെന്തിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി എടുക്കണേ. നമുക്കിനി തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം. നമ്മുടെ ബീഫ് വറ്റി വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വറ്റി വന്നിട്ടുണ്ട്. കുറേ കൂടെ നല്ല രീതിയിൽ കത്തിയെടുത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫല്ല, ഓഫ് ചെയ്യുന്നില്ല, കുഴപ്പമില്ല. നമുക്ക് കരിവേപ്പില ഇരിക്കണം. അതും കൂടെ ഇട്ട് കൊടുക്കാം. ബാലൻസ് നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ ബീഫ് റെഡിയായി വരുന്നുണ്ട്. കുറേ കൂടെ ഒന്ന് വറ്റിയെടുക്കണം. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം, മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം